ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. قال الله عز وجل: إن لله ملكا له جناحان أحدهما بالمشرق والأخرى بالمغرب، فإذا صلى العبد علي حبا انغمس في الماء ثم ينقل، فيخلق الله من كل طرة منه ملكا يستغفر لذلك المصلي علي إلى يوم القيامة. صدق رسول الله صلى الله عليه وسلم. ألا يا محب المصطفى زد صبابة وضمخ لسان الذكر منك بطيبه، ولا تعبا بالمبطلين فإنما علامة حب الله حب حبيبه. മഹത്തായ നമ്മുടെ ഈ മാസാന്ത സ്വലാത്ത് മജ്ലിസിൽ വേദിയിൽ ഉപവിഷ്ടരായ പ്രിയപ്പെട്ട മുദർരിസ് ഉസ്താദ് ഉൾപ്പെടെയുള്ള ആലിമീങ്ങൾ, കമ്മിറ്റിയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഉമറ നേതാക്കൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ശഅബാനിലെ ഈ രാത്രി അല്ലാഹുവിൻ്റെ ഭവനമാകുന്ന പള്ളിമുറ്റത്ത് ഞങ്ങൾ ചെലവഴിക്കുന്ന സമയം ആഖിറത്തിൽ ഉപകരിക്കുന്ന സമയങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ. എലിമല എന്ന് പറയുന്ന വളരെ അറിയപ്പെട്ട മഹത്വമുള്ള ഒരു നാട്. കാരണം ഈ നാട്ടിൽ കർണാടകയിലെ പ്രഗത്ഭരായ പല മുദർരിസ് ഉസ്താദന്മാരും ദർസ് നടത്തിയിട്ടുണ്ട്. ഇന്നും നമ്മുടെ ഉപ്പിനങ്കടി ആ ഭാഗത്തിലെല്ലാം ഈ നാട്ടിൽ ഭക്ഷണം കഴിച്ച് പഠിച്ച് പള്ളിയിൽ ജോലിയിലുള്ള ധാരാളം ആലിമീങ്ങൾ ഈ നാട്ടിനെ കുറിച്ച് പറയാറുണ്ട്. ഈ നാട്ടിലെ ഉമ്മമാർ, കാരണവന്മാർ,
നിങ്ങളവർക്ക് കൊടുത്ത സ്വീകാര്യതയും നിങ്ങളവരെ സ്വന്തം മക്കളെ പോലെ ഏറ്റെടുത്തതും നിങ്ങളവർക്ക് ഭക്ഷണം കൊടുത്തതെല്ലാം പലപ്പോഴും അവർ ഞങ്ങളോട് പറയാറുണ്ട്. ഈ നാട്ടിലെ സന്തോഷങ്ങൾ ഞങ്ങളവരോട് പറയാറുണ്ട്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഈ ചൈതന്യം അല്ലാഹു ദായിമയാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്. ഇപ്പോ വന്യരായ സയ്യിദ് മുഹ്സിൻ സൈദലവി തങ്ങൾ ഉസ്താദ് ഇവിടെ വ്യത്യസ്തമായ രീതിയിൽ നല്ല ദർസ് നടത്തുന്നുണ്ട്. ആത്മീയമായ ചികിത്സയുമുണ്ട്. പല നാട്ടുകളിൽ നിന്നും ഈ നാട്ടിലേക്ക് ആത്മീയ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നവരുണ്ട്. ഇന്നും ഞങ്ങളിപ്പോ തങ്ങൾ ഉസ്താദിനെ കാണാൻ ചെന്നപ്പോ ധാരാളം ഉമ്മമാരുണ്ട്, അവിടെ വയസ്സായ ആളുകളുണ്ട്. അവരെല്ലാം അവരുടെ പല പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഓടിയെത്തുന്ന ഒരു നാടാണ് നമ്മുടെ ഈ നാട് എന്നത് ഞങ്ങൾ അഭിമാനിക്കേണ്ടതാണ്. അല്ലാഹു ഈ നിഅമത്തുകളൊക്കെയും ദായിമയാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ, വന്യരായ തങ്ങള് സ്വലാത്തിന്റെ നേതൃത്വത്തിന് എത്തുന്നതിന് മുമ്പ് ഒരൽപ്പ സമയം നമുക്ക് അല്ലാഹുവിന്റെ നൂറായ ഇൽമുമായി ബന്ധപ്പെട്ട് പറയാം, കേൾക്കാം. അതിനല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമാകപ്പെട്ട ശഅബാൻ ഒരു മുസ്ലിം വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു മാസമാണ് ശഅബാൻ. ആ ശഅബാനിൽ അല്ലാഹുവിന്റെ പള്ളിയുടെ മുറ്റത്ത് ഞങ്ങൾ കൂടിയത് പടച്ച റബ്ബേ ആഖിറത്തിലെത്തുമ്പോൾ ഉപകരിക്കുന്ന അമലായി നീ ഖബൂലാക്കണേ അല്ലാഹ്. മഹാന്മാരെല്ലാം ശഅബാൻ മാസത്തെ വളരെ ഗൗരവത്തോടെ കണ്ടവരാണ്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഓരോ ശഅബാൻ വരുമ്പോൾ റമളാൻ വരാൻ വേണ്ടി കാത്തു നിൽക്കലില്ല. ഓരോ ശഅബാൻ വരുമ്പോ സ്വഹാബികൾക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. എന്തായിരുന്നു ശഅബാനിലെ സ്വഹാബികളുടെ ജീവിതം എന്തായിരുന്നു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിച്ച് തരുന്നുണ്ട് നമുക്ക്. അപ്പൊ നാമും ആ ശഅബാനിനെ അതുപോലെ കണ്ട് റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ പല കാര്യങ്ങളും ഈ ശഅബാനിൽ ചെയ്യാനുള്ളവരാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, സ്വഹാബികളുടെ പതിവ് ഇദാ നളറു ഇലാ ഹിലാലി ശഅബാൻ, ശഅബാൻ ആദ്യം അവർക്ക് എത്തിയാൽ, ശഅബാനിലെ ഒന്ന് അവരിലേക്ക് വന്നാൽ അവരുടെ പതിവ് അകബ്ബു അലൽ മസാഹിഫ് യഖറഊനഹാ. പാവപ്പെട്ട ഞങ്ങളെ പോലെയല്ല. ഞങ്ങൾ കാത്തു നിൽക്കുന്നത് എന്ത് നന്മകളുണ്ടെങ്കിലും ചെയ്യാൻ കാത്തു നിൽക്കുന്നത് റമളാനിലെ ആദ്യത്തെ സുബ്ഹിയോടെയാണെങ്കിൽ സ്വഹാബികൾ അങ്ങനെയല്ല. അവർ ശഅബാൻ എത്തിയാൽ ഉടനെ അകബ്ബു അലൽ മസാഹിഫ് യഖറഊനഹാ, അവർ അവരുടെ എല്ലാ ബിസികളും മാറ്റിവെച്ച് ഖുർആനിന്റെ മുമ്പിൽ ഇരിക്കും. അവർ എന്തിന്? ഖുർആൻ ഓതാൻ തുടങ്ങും, ഖത്മുകൾ തീർക്കാൻ തുടങ്ങും. ഇവിടെ റമളാനിലല്ല, ശഅബാനിന്റെ തുടക്കത്തിലെ അവർ തുടങ്ങുന്നവരാണ്. ഞാനും നിങ്ങളും ഒന്ന് ഓർക്കേണ്ടതുണ്ട്, ആണ്ടിൽ കൊല്ലത്തിൽ നമ്മുടെ ഖത്മുകൾ ഓതാൻ തുടങ്ങുന്ന സമയം എപ്പോഴാണ്? പക്ഷേ സ്വഹാബികൾ അങ്ങനെയല്ല. അവർ ശഅബാൻ ഒന്നെത്തിയാൽ അകബ്ബു അലൽ മസാഹിഫ് യഖറഊനഹാ, എല്ലാ ബിസികളും മാറ്റിവെച്ചിട്ട് പരിശുദ്ധ ഖുർആൻ എടുത്ത് ഖത്മുകൾ ഓതാൻ തീർക്കുകയാണ്. വഅഖ്റജൽ മുസ്ലിമൂന സകാത്ത അംവാലിഹിം, അവർക്ക് സകാത്തിന്റെ ബാധ്യതകൾ ഉണ്ടെങ്കിൽ, സകാത്ത് കൊടുത്തു വീടാനുണ്ടെങ്കിൽ, ആ ശഅബാനിൽ സമയമായിട്ടുണ്ടെങ്കിൽ ഉടനെ കൊടുത്തു വീടും. എന്തിനാണ്? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലിയതഖവ്വാ ബിഅൽ-ളഈഫ് വൽ മിസ്കീനു അലാ സിയാമി റമളാൻ. ഞങ്ങളെപ്പോലെ നമ്മുടെ നാട്ടിൽ ദരിദ്രരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, അനാഥകളുണ്ട്. അവർക്കും റമളാനിൽ ഒരു ശക്തിയാകട്ടെ, അവർക്കും ഒരു താങ്ങാവട്ടെ എന്ന് സ്വഹാബികളുടെ പതിവ്.
ആ ശഅബാനിൽ അവർക്ക് സക്കാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ ശഅബാനിന്റെ ആദ്യത്തിൽ അവർ കൊടുത്തു വീടും. കാരണോ പാവപ്പെട്ടവർക്കത് ഉപകരിക്കട്ടെ. വദഅൽലുലാതു അഹ്ലസ്സിജിൻ ഫമൻ കാന അലൈഹി ഹദ്ദുൻ ഖാമൂഹു അലൈഹി വഇല്ലാ ഖല്ലൂ സബീലഹു. അധികാരികളില്ലേ, ഭരിക്കുന്ന ആളുകളില്ലേ, തീരുമാനം കൊടുക്കുന്ന ആളുകളില്ലേ, ആ കൂട്ടത്തിൽ അവരുടെ പതിവ് ശഅബാൻ കടന്നു വന്നാൽ ജയിലുകളിലേക്ക് അവർ ചെല്ലാറുണ്ട്. ജയിലുകളിലേക്ക് ചെന്നവർ അന്വേഷിക്കാറുണ്ട്. എന്താണ് അന്വേഷിക്കുന്നത്? ശിക്ഷ വിധിക്കാനുണ്ടോ? ഉടനെ ശഅബാനിൽ അവർ ശിക്ഷ കൊടുക്കുന്നവരാണ്. ഇനി അവർക്ക് ശിക്ഷകളില്ലേ? ഖല്ലൂ സബീലഹു. റമളാനിന് മുമ്പ് അവരെ അയച്ചുവിടും. കാരണം റമളാനിൽ അവർ ജയിലിലിരിക്കേണ്ടവരില്ല. അവർ പള്ളികളിൽ, വീടുകളിൽ യജമാനനായ അല്ലാഹുവിനെ ആരാധിക്കേണ്ടവരാണ്. റമളാൻ മൊത്തവും അവർ ആരാധനയിൽ മുഴുകേണ്ടവരാണ്. അതുകൊണ്ട് അവർ ജയിലിലിരുന്നുകൂടാ. ഇത് ശഅബാനിൽ അക്കാലത്തെ അധികാരികളുടെ പതിവായിരുന്നു. ശഅബാനിനെ കാണുന്ന ഒരു രൂപം നോക്ക് നിങ്ങള്. തീരുന്നില്ല. വന്തലഖത്തുജാറു ഫഖലൗ മാ അലൈഹിം വഖബലൂ മാ ലഹും ഹത്താ ഇദാ നളറൂ ഇലാ ഹിലാലി റമളാൻ യഗ്തസലൂ വഅതകഫൂ. മുഅ്മിനീങ്ങളെ, വ്യാപാരികളില്ലേ, വ്യാപാരികൾ അവരെ കടയുമെല്ലാം എടുത്തു വെച്ചിട്ട് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു വീടും. ഇങ്ങോട്ട് വാങ്ങാനുള്ളതെല്ലാം വാങ്ങിയിട്ട് പിന്നെ അവർ വ്യാപാരം നടത്താറില്ല. ശഅബാനിൽ അതിനെ അടുത്ത് വെച്ചു. കാരണം ശഅബാൻ വന്നാൽ ഉടനെ അവർ ആത്മീയമായ ഇബാദത്തുമായി കടന്നു ചെല്ലുകയാണ്. ശഅബാനിനെ ആ നിലക്ക് കണ്ടു സ്വഹാബികൾ. പാവപ്പെട്ട ഞാനും നിങ്ങളും ഈ ശഅബാനിനെ അതുപോലെ കാണേണ്ടവരാണ് എന്നത് നമ്മുടെ മനസ്സിലുണ്ടാകണം. നിങ്ങൾ നോക്ക്, അംർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഏറ്റവും വലിയ വ്യാപാരിയായിരുന്നു. അംർ ഇബ്നു ഖൈസ് തങ്ങള് കച്ചവടമുണ്ടായിരുന്നു. പക്ഷേ ശഅബാനിൽ പൂട്ടിയ ആ കച്ചവട സ്ഥാപനം പിന്നെ തുറക്കാറുള്ളത് റമളാൻ കഴിഞ്ഞിട്ടേ തുറക്കൂ. അങ്ങനെയുള്ള നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്നു അവർക്ക്, സ്വഹാബികൾക്ക്. പക്ഷേ ഞങ്ങൾ ശഅബാനിന് തന്നെ റമളാനിന് കാത്തു നിൽക്കാതെ ഖുർആൻ ഖത്മുകൾക്കും ജമാഅത്ത് പതിവാക്കലിനും തുടങ്ങേണ്ടവരാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ പരിശുദ്ധ ശഅബാനിന് വല്ലാത്ത ഗൗരവം കൊടുത്തു. ശഅബാനിനെ വളരെ പ്രാധാന്യതയോടെ കണ്ടു. ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ലമ്മ റകത തസൂമു ശഹറൻ മിനശ് ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. നബിയേ, റമളാൻ കഴിഞ്ഞിട്ട് ശഅബാനിൽ അങ്ങ് നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും അങ്ങ് നോമ്പെടുക്കാറില്ലല്ലോ. എന്തേ നിങ്ങള് അങ്ങെന്തിനാണ് കൂടുതലും ശഅബാനിൽ നോമ്പെടുക്കുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ മുഅ്മിനീങ്ങളെ, മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, ദാലിക ശഹ്റു യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. അത് റജബിലെയും റമളാനിന്റെയും ഇടയിലുള്ളൊരു മാസമല്ലേ?
റജബിന്റെയും റമളാനിന്റെയും ഇടയിലുള്ളൊരു മാസമല്ലേ? അതേ, ഏകദേശം ആളുകൾ ആ മാസത്തിൽ അശ്രദ്ധരായി പോകുന്നുണ്ട്. രജബിൽ ഒരൽപ്പം ഗൗരവമുണ്ട്, ശഅബാനിലും ഗൗരവമുണ്ട്. അതിന്റെ ഇടയിൽ വരുന്ന പരിശുദ്ധ ശഅബാനില്ലേ, അതിനെ ജനങ്ങള് അശ്രദ്ധയോടെ കാണുന്നുണ്ട്. പക്ഷേ വിഷയം അങ്ങനെയല്ല. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. യജമാനനായ അല്ലാഹു അടിമകളുടെ അമലുകളെ അതാ ഉയർത്തപ്പെടുന്ന മാസമല്ലേ? അടിമകൾ ചെയ്തു കൂട്ടിയ ധാരാളം അമലുകളില്ലേ? ആ അമലുകളെ യജമാനനായ അല്ലാഹു, ഉന്നതമായ പദവിയിലുള്ള അല്ലാഹു, അവന്റെ അടുത്തേക്ക് ഉയർത്തപ്പെടുന്ന മാസമല്ലേ ശഅബാൻ. അതുകൊണ്ട് കൂടുതലും ഞാൻ നോമ്പെടുക്കാനുള്ള കാരണം ഫഉഹിബ്ബു അൻ യുർഫഉ അമലി വഅന സ്വൈമു. പാവപ്പെട്ട ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകളെ അല്ലാഹു ഉയർത്തപ്പെടാൻ ഞാൻ കൊതിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാണ് റമളാൻ കഴിഞ്ഞിട്ട് മറ്റു മാസങ്ങളിലെ പോലെയല്ല ശഅബാനിൽ കൂടുതലും ഞാൻ നോമ്പെടുക്കുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ കഴിഞ്ഞിട്ട് പിന്നെ മുത്തുനബി തങ്ങൾ കൂടുതൽ നോമ്പെടുക്കുന്ന ഒരു മാസമുണ്ടെങ്കിൽ ശഅബാൻ. എന്തേ കാരണം? പ്രധാനപ്പെട്ട ഒരു കാരണം, കൊല്ലത്തിൽ അടിമകളുടെ അമലുകളെ അല്ലാഹു ഉയർത്തും. ആ കൊല്ലത്തിൽ ഉയർത്തുന്ന അമലുകൾ ഉയർത്തപ്പെടുന്നത് പരിശുദ്ധ ശഅബാനിലാണ്. അപ്പൊ ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. പാവപ്പെട്ട ഞാനും നിങ്ങളും അങ്ങനെയാകണ്ടേ? ഞങ്ങൾ ജമാഅത്ത് നിസ്കാരങ്ങളിൽ ഉണ്ടാകുമ്പോ, ഞങ്ങൾ ഖത്മുകളിൽ ഉണ്ടാകുമ്പോ, ഞങ്ങൾ സ്വതക്കകളിൽ ഉണ്ടാകുമ്പോ, ഞങ്ങൾ സ്വലാത്ത് മജ്ലിസുകളിൽ ഉണ്ടാകുമ്പോ നമ്മുടെ അമലുകളും അല്ലാഹു ഉയർത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ ഞങ്ങള്? എന്നാൽ ഈ ശഅബാനിനെ അശ്രദ്ധയോടെ കാണരുതേ ഞങ്ങള്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടാണ് പരിശുദ്ധ പള്ളിമുറ്റത്ത് ഞാനും നിങ്ങളും കൂടിയത്. ഈ ശഅബാനിൽ തന്നെ ധാരാളം അമലുകൾ, ഖുർആൻ അടക്കമുള്ള നല്ല നല്ല അമലുകൾ ചെയ്യാൻ യജമാനനായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീട്ടുന്നില്ല മുഅ്മിനീങ്ങളെ, തങ്ങൾ വരുന്നത് വരെ മാത്രമേ സംസാരിക്കാൻ സമയമുള്ളൂ. അതിന്റെ ഇടയിൽ ഈ ശഅബാനിലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഈ ശഅബാനിലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഞാനും നിങ്ങളും കൂടുതൽ ചെല്ലേണ്ട ഒന്ന്. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ റജബ്, ആ റജബിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട മാസമായിരുന്നു കഴിഞ്ഞ റജബ്. ശഅബാനിലും ഉണ്ട് ഒരു അമല്. ഏതത്? അതാ ഈ സ്വലാത്തിന്റെ മഹത്വം അതിലൂടെയാണ്, ഈ മജ്ലിസിന്റെ മഹത്വങ്ങൾ അതിലൂടെയാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. വേറെ വേറെ നാടുകളിൽ നിന്ന് നമ്മുടെ എലിമലയിലെ സ്വലാത്തിനെത്തിയ ഉമ്മമാരെ കേൾക്കുന്നുണ്ടല്ലോ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്, അത് നിങ്ങൾ ധാരാളം ചെല്ലണമെന്ന് അല്ലാഹു പറഞ്ഞയച്ച, അല്ലാഹുവിന്റെ ആജ്ഞ വന്ന മാസം അത് പരിശുദ്ധ ശഅബാനായിരുന്നു എന്നത് ഞങ്ങൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. എവിടെയാണ്? ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.
പരിശുദ്ധ ആയത്തില്ലേ, ആയത്തിറങ്ങിയ മാസമാണ് ശഅബാൻ. നിങ്ങൾ നോക്ക്, പല ആരാധനകളുമുണ്ട്, പല വിഷയങ്ങളും അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം അല്ലാഹു ഉപയോഗിച്ച ശൈലി എങ്ങനെയാണ്? ഒന്നിരിക്കലോ യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലെങ്കിൽ യാ അയ്യുഹന്നാസ്, ഇങ്ങനെയല്ലേ അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കാറുള്ളത്. പക്ഷേ സ്വലാത്തിന്റെ കൽപ്പന അങ്ങനെയല്ല. അതല്ലാഹു തുടങ്ങുന്ന ശൈലി എങ്ങനെയാണ്? ഇന്നല്ലാഹ വ മലായികതുഹു, ഇദാ നിശ്ചയമായും അല്ലാഹുവും മലക്കുകളും യുസല്ലൂന അലൻ നബി, മുത്തു നബി തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. പിന്നെയാണ് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, നിങ്ങളും ചെല്ലുവീൻ ധാരാളമായി ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചെല്ലനേ. ആയത്തിറങ്ങിയ മാസമല്ലേ പരിശുദ്ധമാകപ്പെട്ട ശഅബാൻ. ആ ശഅബാനിലെ ആദ്യത്തെ സ്വലാത്ത് മജ്ലിസിലല്ലേ പാവപ്പെട്ട ഞാനും നിങ്ങളും കൂടിയത്. അല്ലാഹുവേ കബൂലാക്കണമല്ലോ. അതുകൊണ്ട് ഈ പരിശുദ്ധമാകപ്പെട്ട മജ്ലിസില് സ്വലാത്തുമായി ബന്ധപ്പെട്ട് ഒരൽപസമയോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ. ആ ഒരൊറ്റ ആയത്തിൽ ധാരാളം പറയാറുണ്ട്. അല്ലാഹു സ്വലാത്ത് പറയുന്നുണ്ട് എന്നതിന്റെ ആശയം എന്താണ്? മലക്കുകളുടെ സ്വലാത്തിന്റെ ആശയം എന്താണ്? അല്ലാഹുവും മലക്കുകളും മുത്തുനബി തങ്ങളെ മേൽ സ്വലാത്ത് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്വലാത്ത് എന്തിനാ? പിന്നെ നമ്മുടെ സ്വലാത്തിന്റെ ആവശ്യമുണ്ടോ? മുഅ്മിനീങ്ങളെ, എന്റെയും നിങ്ങളുടെയും അതാ ആ സ്വലാത്തിന്റെ ആവശ്യം മുത്തുനബി തങ്ങൾക്കില്ല. പക്ഷേ അത് മുത്തുനബി തങ്ങളുടെ ബഹുമാനമല്ലേ. മാത്രമല്ല അതിലൂടെ നമുക്ക് ധാരാളം ഗുണങ്ങളില്ലേ. ആ സ്വലാത്തിലൂടെ നമുക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. ഗൗരവത്തോടെ കേട്ടോ, ഒരൊറ്റ സ്വലാത്ത്, നമ്മുടെ പള്ളിയുടെ ഒരൊറ്റ സ്വലാത്ത് മിസ് ചെയ്യുന്നവരാകരുത്. അതാ ശഅബാൻ കടന്നു വന്ന് ഒരാഴ്ചയായില്ലേ. ഇനി ബാക്കിയുള്ള ശഅബാനിലെ ഓരോ ദിവസവും എന്റെ വാള് കേൾക്കുന്ന ഉമ്മ പെങ്ങളെ, മുമ്പിലുള്ള മുഅ്മിനീങ്ങളെ, ചുരുങ്ങിയതൊരു 300 തവണമെങ്കിലും സ്വലാത്ത് ചെല്ലാതെ ഉറങ്ങിക്കൂടാ. എന്തേ കാരണോ? മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, ഫഇന്ന സ്വലാത്തുകും അലയ്യ സകാത്തുൽ ലക്കും, ഐ കഫാറത്തുൽ ലിസയ്യാതികും. നിങ്ങൾ എൻ്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തില്ലേ, അത് നിങ്ങളുടെ പാവങ്ങൾ പൊറുത്തു കിട്ടാനുള്ള പ്രധാനപ്പെട്ട വഴിയാണ്. മുത്തുനബി തങ്ങൾക്ക് അതിൽ വല്ലാത്ത സന്തോഷമേയുള്ളൂ. നിങ്ങൾ നോക്ക്, പരിശുദ്ധമാകപ്പെട്ട മസ്ജിദുൻ നബവിയില്ലേ, ആ മസ്ജിദുൻ നബവിയുടെ ഒരൽപ്പം കഴിഞ്ഞാൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിക്ക് 2 പേരുണ്ട്. ഒന്ന് മസ്ജിദു സജിദ, മറ്റൊന്ന് മസ്ജിദു അബീ ദർറിൽ ഗിഫാർ. മസ്ജിദു സജിദ എന്ന് ആ പള്ളി അറിയപ്പെടാനുള്ള കാരണവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘമായ സമയം സുജൂദിൽ കിടന്ന സ്ഥലമായിരുന്നു അത്. എന്തേ കാരണോ? അത്രയും നീളമായി ദീർഘമായി മുത്തുനബി തങ്ങൾ ആ മണ്ണിൽ സുജൂദ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ആ സമയത്തായിരുന്നു ജിബ്രീൽ മുഖേന യജമാനനായ അല്ലാഹു പറഞ്ഞയച്ചത് മുത്തുനബിയോട്, നബിയെ, നിങ്ങളുടെ മേൽ ഒരടിമ ഒരാൾ
ഒരു സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അല്ലാഹു 10 സ്വലാത്തുകൾ അല്ലെങ്കിൽ 10 അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുണ്ട് എന്ന സംഭവം എന്നിലേക്ക് അല്ലാഹു മുഖേന അല്ലാഹുവിൽ നിന്ന് അറിയപ്പെട്ട ആ ദിവസമായതുകൊണ്ട് അന്ന് വല്ലാത്ത സന്തോഷമായി. കാരണം എന്റെ ഉമ്മത്തുകൾക്ക് എന്റെ മേലുള്ള ഒരു സ്വലാത്ത് കൊണ്ട് 10 അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോ മുത്തുനബി തങ്ങൾക്ക് വല്ലാത്ത സന്തോഷം. അതിന് നന്ദിയായിട്ട് ദീർഘസമയം സുജൂദ് ചെയ്തു. ഇന്ന സ്ഥലത്ത് പള്ളിയുണ്ട്, മസ്ജിദു സജിദ, മസ്ജിദു അബീ ദർറിൽ ഗിഫാർ. ഒരൊറ്റ സ്വലാത്ത് ചെല്ലുമ്പോ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് സന്തോഷത്തോടെ ദീർഘമായി മുത്തുനബി തങ്ങൾ സുജൂദ് ചെയ്യുമ്പോ ഞങ്ങൾ ആ മുത്തുനബി തങ്ങളോട് ഓരോ ദിവസത്തിൽ എത്ര സ്വലാത്ത് ചെല്ലുന്നവരാകേണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ചൊല്ല്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, മൻ സ്വല്ലാ അലയ്യ, എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. മൻ സ്വല്ലാ അലയ്യ വാഹിദ സല്ലല്ലാഹു അലൈഹി അശറാ. ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ 10 ഗുണങ്ങള്, 10 അനുഗ്രഹങ്ങള് യജമാനനായ അല്ലാഹു ചെയ്തു കൊടുക്കുന്നതാണ്. ഇനിയോ വമൻ സ്വല്ലാ അലയ്യ അശറാ, ഒരാള് 10 സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി ബിഹാ മിആ, 100 അനുഗ്രഹങ്ങള്, 100 അനുഗ്രഹങ്ങള് 10 സ്വലാത്ത് ചെല്ലുന്നയാൾക്ക് അല്ലാഹു കൊടുക്കുന്നതാണ്. വമൻ സ്വല്ലാ അലയ്യ മിആ, ഇനി ഒരാൾ 100 തവണ സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ കേട്ടുവെച്ചോ, കതബല്ലാഹു ലഹു ബൈന ഐനൈഹി ബറാഅത്തും മിനൻ നിഫാഖി വബറാഅത്തും മിനൻ നാർ. 100 തവണ സ്വലാത്ത് ചെല്ലുന്ന ഒരാള് മുനാഫിഖാകൂല, മുനാഫിഖാകൂല. 100 തവണ സ്വലാത്ത് ചെല്ലുന്നയാള് തമ്മാടിയാകൂല. യാ അല്ലാഹ്, മുനാഫിഖ് എന്ന് പറയുമ്പോ ഞാനും നിങ്ങളും കൂടുതൽ പേടിക്കേണ്ടതാണ്. മഹാന്മാർ പേടിച്ച ഒന്നാണ് നിഫാഖിത്വം, മുനാഫിഖിത്വം. കണ്ടില്ലേ നിങ്ങള്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് മകനെ അയച്ചുകൊണ്ട് വിളിപ്പിച്ചില്ലേ? സ്വാഹിബി സിർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്വഹാബിയതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു കൊടുത്ത സ്വഹാബി അടുത്ത് വിളിക്കുന്നു. ആരാണ് വിളിക്കുന്നത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് അടുത്ത് വിളിച്ചുകൊണ്ട് വഫാത്തിന്റെ സമയത്ത് ചോദിക്കുന്നത്, അല്ല, നിങ്ങളോട് എല്ലാ രഹസ്യ കാര്യങ്ങള്, സീക്രട്ട് വിഷയങ്ങള് നബി തങ്ങള് പറഞ്ഞു തന്നില്ലേ? ആ കൂട്ടത്തില് ഈ നാട്ടിലുള്ള ചില മുനാഫിഖീങ്ങളുണ്ട്. മുമ്പിലൊന്ന്, ബാക്കിലൊന്ന്. ഈ സ്വഭാവമുള്ള മുനാഫിഖീങ്ങളില്ലേ, അവരെ ലീസ്റ്റ് അങ്ങയുടെ കയ്യിൽ തന്നില്ലേ? ആ ലീസ്റ്റ് ഒന്ന് കാണിക്കോ? എന്തിനാണ് ഇപ്പോ ആ ലീസ്റ്റ്? നിങ്ങളുടെ സക്കറാത്തിന്റെ സമയമല്ല ഇത്, നിങ്ങളുടെ വഫാത്തിന്റെ ടൈമല്ല ഇത്. ഇപ്പോഴെന്തിനാണ് മുനാഫിഖീങ്ങളെ ലിസ്റ്റ് എന്ന് ചോദിച്ചപ്പോ മുഅ്മിനീങ്ങളെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് പറയുന്നുണ്ട്, അല്ല, അതിലാരുണ്ട് എന്ന് നോക്കാനാ ഞാൻ വിളിച്ചത്. പാവപ്പെട്ട ഈ ഉമറിന്റെ പേരുണ്ടോ ആ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റിൽ? പാവപ്പെട്ട എന്റെ പേരുണ്ടോ എന്ന് അതാ ഓർത്ത് കരഞ്ഞ് വഫാത്തായി പോയ മഹാനാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുനാഫിഖാവുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഡേഞ്ചറായ ഒന്ന്. അപ്പോ ദിനേന നിത്യമായി 100 സ്വലാത്ത് ചെല്ലുന്നയാൾ ഒരു കാരണത്താലും മുനാഫിഖാവൂല.
നരകത്തിൽ നിന്നും മോചനപത്രം ലഭിക്കുമെന്നാണ് അതിന്റെ മറ്റൊരു വിഷയം. അയാൾ മുനാഫിഖാവൂല, മാത്രമല്ല ബറാഅത്തും മിനന്നാർ, നരകത്തിലുണ്ടാകൂല ആ വ്യക്തി. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എത്ര സമയം അതിന് വേണ്ടി വരും? ഒരു ദിവസത്തിൽ 100 തവണ സ്വലാത്ത് ചെല്ലാൻ സമയം എത്ര വേണ്ടി വരും? പക്ഷേ മുനാഫിഖോ തമ്മാടിയോ ആ വ്യക്തിയാകൂല, നരകത്തിലുണ്ടാകൂല. അല്ലാഹുവേ നമുക്കതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടെയാണ് സ്വലാത്ത് മജ്ലിസുകളുടെ പ്രാധാന്യം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. തുടർന്ന് ഹബീബായ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, ധാരാളം പറയുന്നുണ്ട്, വഅസ്കനഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅ ശുഹദാ. രക്തസാക്ഷികൾ, ഷഹീദായ ശുഹദാക്കൾ അവരുടെ കൂട്ടത്തിലുണ്ടാകും ആഖിറത്തിൽ, നാളെ പരലോകത്തിൽ. ഓരോ ദിവസവും 100 പ്രാവശ്യം സ്വലാത്ത് ചെല്ലുന്നയാൾ നാളെ ആഖിറത്തിൽ ശുഹദാക്കളുടെ കൂട്ടത്തിലുണ്ടാകും. എത്ര എളുപ്പവഴിയാണ്! സ്വലാത്തിലൂടെ ധാരാളം നേട്ടങ്ങളുണ്ട്. നിങ്ങൾ നോക്കുക, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, കടമുള്ളയാളില്ലേ, കടം വല്ലാത്ത അപകടമാണ്, കടം വല്ലാത്ത അപകടമാണ്. കടം ബാക്കി വെച്ചിട്ട് മരണപ്പെട്ട ഒരാളുടെ മയ്യിത്ത് നിസ്കാരത്തിന് മുത്തുനബി തങ്ങളുടെ ഇമാമത്ത് നിന്നില്ലല്ലോ. അത് രാത്രിയും പകലും പരിശുദ്ധ ദീനിന് വേണ്ടി പോരാടിയിട്ട് രക്തസാക്ഷിയായ ഷഹീദാകട്ടെ, എല്ലാ പാവങ്ങളും അദ്ദേഹത്തിന് അല്ലാഹു പൊറുത്തു കൊടുക്കും. ഇല്ല ദൈൻ, കടം അല്ല, കടത്തിനൊരു മഅഫൂഇല്ല. കടം ബാക്കി വെച്ചയാൾക്ക് ഇമാമത്ത് നിൽക്കാൻ പോലും മുമ്പിൽ വന്നില്ല. ആര്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് കടം ഒരൽപ്പം അപകടമാണ്. വളരെ ഗൗരവത്തോടെ ഞാനും നിങ്ങളും സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ നോക്കുക, മഹാന്മാരെല്ലാം കട എന്ന് പറയുമ്പോൾ വല്ലാതെ പേടിച്ചവരാണ്. 5ാം ഖലീഫ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളില്ലേ, ഒരു പെരുന്നാളിന്റെ രാത്രി പൊട്ടിക്കരയുന്നു. നാളെ പെരുന്നാളാണ്, പള്ളിയിൽ പെരുന്നാളിന് നേതൃത്വം കൊടുക്കേണ്ട ഖലീഫയാണ് സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പെരുന്നാളിന്റെ രാത്രി, പകുതി രാത്രിയിൽ കരയുന്നുണ്ട്. സ്വന്തം ഭാര്യയെ അടുത്തു ചെന്നു, ഫാത്തിമ എന്ന ഭാര്യയെ അടുത്തു ചെന്നു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ല, നാളെ പെരുന്നാൾ ദിവസമല്ലേ, ഖലീഫയായ നിങ്ങളുടെ വീട്ടില് മാംസ പദാർത്ഥം വേണ്ടേ? അതിന് മാംസം വാങ്ങുന്നില്ലേ? അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞത്, പൊന്നുമോളെ ഫാത്തിമ, 2 ദിർഹമേ എനിക്ക് മാസത്തിൽ ലഭിക്കുകയുള്ളൂ. 2 ദിർഹം മാത്രമേ എനിക്ക് മാസത്തിൽ ശമ്പളമുള്ളൂ. ആ 2 ദിർഹമില് ഞാൻ എവിടെ നിന്ന് വാങ്ങാനാണ് മാംസോ? അതുകൊണ്ട് നാളെയുടെ പെരുന്നാളിന്റെ ദിവസത്തിൽ നമുക്ക് മാംസം വേണ്ട. വീണ്ടും ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അല്ല, മാംസത്തിന്റെ ആവശ്യമില്ല, ഓക്കേ, പക്ഷേ ഖലീഫയുടെ മക്കള് പെരുന്നാളിന് പള്ളിയിൽ ചെല്ലുമ്പോ നല്ല വസ്ത്രങ്ങൾ വേണ്ടേ? നാട്ടിലെ എല്ലാ പ്രമാണികളുടെ മക്കള്, നമ്മുടെ അയൽവക്കത്തെ മക്കള് നല്ല പുതുവസ്ത്രങ്ങൾ അണിയിച്ചു പോകുമ്പോ നമ്മുടെ മക്കൾക്കും അത് വേണ്ടേ? അതുകൊണ്ട് 2 രൂപ, 2 ദിർഹം, അടുത്ത മാസത്തേക്കുള്ള 2 രൂപ മുൻകൂട്ടി വാങ്ങിക്കൂടെ? മുൻകൂട്ടി വാങ്ങിക്കൂടെ എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ അങ്ങ് പറഞ്ഞപ്പോ മഹാ
മഹാനവറുകൾ പറയുന്നു, പൊന്നുമോളെ, അടുത്ത മാസത്തിന്റെ വിഷയമല്ല, നാളത്തെ പെരുന്നാളിന് പള്ളിയിലെ ഇമാമു നിൽക്കാൻ കഴിയോ എന്ന ധൈര്യോ ഈ പാവപ്പെട്ട എനിക്കില്ല. അതുവരെ ഞാൻ ജീവിക്കുമോ എന്ന ധൈര്യം ഈ പാവപ്പെട്ട എനിക്കില്ല. അതുകൊണ്ട് ഉള്ള ഡ്രസ് ഇട്ടാ മതി, പുതിയ ഡ്രസ് വാങ്ങേണ്ടതില്ല. മുൻകൂട്ടി കടം വാങ്ങാനുള്ള ഈമാൻ പാവപ്പെട്ട എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് അതാ പെരുന്നാളിന്റെ രാത്രി മൊത്തവും കരഞ്ഞു കരഞ്ഞ് പള്ളിയിൽ പോയി ഇമാം നിന്ന മഹാനല്ലേ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. കടം വാങ്ങിയില്ല, അതൊരു അപകടമാണ്. കടം വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും. അള്ളാഹു നമ്മുടെ കടങ്ങളെല്ലാം വീട്ടിത്തരുമാറാകട്ടെ. ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് കടങ്ങളില്ലാതെ ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കടം ഒരു പ്രയാസം എന്നല്ലേ വിഷയം. അപ്പൊ ആ കടം വീടാനുള്ള വളരെ പ്രധാനപ്പെട്ട വഴി ഞാൻ ഇന്ന് സ്വലാത്തുമായി പറയുന്നത്, ഇത് ശഅബാനിലെ നിങ്ങളുടെ സ്വലാത്ത് മജ്ലിസ് ആയതുകൊണ്ടാണ്. കൂടുതലും ഒരു മുസ്ലിം, ഒരു സുന്നി ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസം ഈ ശഅബാൻ. അതിന്റെ കാരണം ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി. അപ്പൊ എത്ര കടയുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രശ്ന പരിഹാരത്തിന് വഴി സ്വലാത്തിലൂടെയുണ്ട്. നിങ്ങൾ നോക്ക, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ചൊല്ല് സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ അസുറത് അലൈഹി ഹാജതുഹു ഫൽയുക്സിർ അലൈഹിസ്സലാ. ഒരാൾക്ക് നല്ല പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചാൽ, ഒരാൾക്ക് നല്ല വേദനകൾ ജീവിതത്തിൽ കൊടുത്ത് അവരുടെ മുമ്പിൽ വന്നാൽ ഫൽയുക്സിർ അലൈഹിസ്സലാ, എന്നിലേക്ക് ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കട്ടെ. കടങ്ങളുണ്ടോ? വീടുകളില്ലേ? വിവാഹ പ്രായമെത്തിയ പെൺമക്കളുണ്ടോ? ദുഃഖിക്കണ്ട, നമുക്കിതിലൂടെ പരിഹാരമുണ്ട്. ആരാ പറയുന്നത്? സ്വാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഫഇന്നഹാ തക്ഷിഫുൽ ഗുമൂമ വൽ ഖുറൂബ വതുക്സിറുൽ അർസാഖ്. മുഅ്മിനീങ്ങളെ യാഥാർത്ഥ്യമല്ലേ ഇത്? മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, മനപ്രയാസങ്ങള്, ദുഃഖങ്ങള്, ബേജാറുകള് തീർന്നു കിട്ടാനുള്ള വഴി എന്നിലേക്ക് സ്വലാത്ത് അധികരിപ്പിക്കുക. റിസ്ഖ് വിശാലമാകാനുള്ള വഴിയും കൂടിയാ. സ്വലാത്തിലൂടെ റിസ്ഖിൽ വിശാലതയുണ്ടാകും. മനപ്രയാസങ്ങളോ ദുഃഖങ്ങളോ ടെൻഷനുകളോ എല്ലാം തീർന്നു കിട്ടുന്നതാണ് സ്വലാത്തിലൂടെ. അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നവരാകണം പാവപ്പെട്ട ഞാനും നിങ്ങളും. അത് എത്ര വലിയ ബുദ്ധിമുട്ടാകട്ടെ. യൂസുഫ് നബ്ഹാനി തങ്ങള് സ്വലാത്ത് അധികരിപ്പിച്ചതിലൂടെ നടന്ന ചില അത്ഭുതങ്ങളെ വിവരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അബുൽ ഹസനു ശാദുലി റഹിമഹുല്ലാഹ് മഹാനവറുകളുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം മുമ്പിൽ വെക്കുന്നുണ്ട്. എന്താണ് ആ സംഭവം? അബൂ ഹസനുൽ ശാദുലി തങ്ങള് യാ അല്ലാഹ് വഴിയിലൂടെ നടന്നു മഗ്രിബിന്റെ സമയം കഴിഞ്ഞപ്പോൾ മുമ്പിൽ നടക്കുമ്പോ ഒരു വന്യമൃഗമുണ്ട്. റൂട്ടിൽ മൃഗമുണ്ട്, വന്യമൃഗമുണ്ട്. എന്ത് ചെയ്യാറാ സമയത്തില്? യാ അല്ലാഹ്, ആ സമയത്തിൽ വിളിക്കുന്നു, മുത്തുനബി തങ്ങളെ വിളിച്ച്
വിളിച്ച് പറയുന്നു, നബിയേ അങ്ങ് പറഞ്ഞതാണല്ലോ, എന്റെ മേൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ യജമാനനായ അല്ലാഹുവിന്റെ ഭാഗത്തിലൂടെ 10 അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് അങ്ങ് പറഞ്ഞതല്ലേ നബിയേ. അതുകൊണ്ട് സഞ്ചരിക്കാൻ പേടിയുണ്ട്, മൃഗങ്ങളുണ്ട്, ഇപ്പൊ മുമ്പിലൊരു മൃഗമുണ്ട്, രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു നബിയേ. ഉടനെ മുത്തുനബി തങ്ങളോട് സ്വലാത്ത് ചെല്ലാൻ തുടങ്ങിയപ്പോ ആ മൃഗം വഴിയിൽ നിന്ന് മാറി നിന്നു പോയി. സ്വലാത്തിലൂടെ എന്തും നടക്കും. അതിലൊരു പ്രശ്നങ്ങൾ, എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും പരിഹാരമുണ്ടാകും. ഇമാം ഷാഫിഈ തങ്ങള് വഫാത്തായി. ഒരൽപ്പം കഴിഞ്ഞിട്ടൊരു ശിഷ്യൻ സ്വപ്നത്തിലൂടെ കണ്ടപ്പോ ചോദിക്കുകയാണ്, അല്ല ഉസ്താദേ, അങ്ങ് പരലോക ജീവിതം, ഖബർ ജീവിതം എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ വിജയിച്ചു, വല്ലാത്ത സന്തോഷത്തിലാണ്. അങ്ങ് വിജയിക്കാൻ ധാരാളം അമലുകൾ അങ്ങയുടെ കയ്യിലുണ്ടായിരുന്നല്ലോ, കൂടുതലും ഉപകാരപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചപ്പോ ഷാഫി തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്, ഞാൻ മുത്തുനബി തങ്ങളുടെ സ്വലാത്ത് സ്വന്തമായി വചനങ്ങൾ രചിച്ചിട്ട് ചൊല്ലിയിട്ടുണ്ട്. ആ സ്വലാത്താണ് കൂടുതലും ആഖിറത്തിൽ എനിക്ക് ഉപകാരപ്പെട്ടത്. ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാഹ്. ആ മഹാന്മാർ പോലും സ്വലാത്തിന് സമയം കണ്ടെത്തി സ്വലാത്ത് ധാരാളം അധികരിപ്പിച്ചു. അതിലൂടെ അവർ ഖബർ ജീവിതത്തിൽ വിജയം നേടിയിട്ടുണ്ട്. പാവപ്പെട്ട ഞാനും നിങ്ങളും എവിടെയാണ്? അബൂ സർആ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ മഹാനവറുകളെ സ്വപ്നത്തിൽ കണ്ടു. ഹഫ്സ് ഇബ്നു അബ്ദില്ലാഹി റഹിമഹുല്ലാഹ്. ആ മഹാനവറുകൾ ബഹുമാനപ്പെട്ട അബൂ സർആ റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ കാണുന്നു. എങ്ങനെയാ കാണുന്നത്? മലക്കുകൾക്ക് ഇമാമായി നിസ്കരിക്കുന്നത് കാണുന്നു. യാ അല്ലാഹ്, എത്ര വലിയ പദവിയല്ലേ ഇത്! അബൂ സർആ റളിയല്ലാഹു അൻഹു മലക്കുകൾക്ക് ഇമാം നിന്ന് നിസ്കരിക്കുന്നുണ്ട്. ഉടനെ ചോദിച്ചു, ഹഫ്സ് ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല ഉസ്താദേ, അങ്ങ് ഇത്രയും വലിയ പദവിയിലേക്ക്, അങ്ങ് ഇത്രയും ഉയർന്ന സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അബൂ സർആ തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ 1,00,000 ഹദീസുകൾ എഴുതിയിട്ടുണ്ട്. എത്ര? 1,00,000 ഹദീസുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ ഓരോ ഹദീസുകൾ എഴുതുമ്പോൾ, ഓരോ പ്രാവശ്യവും മുത്തുനബി തങ്ങളെ ഓർക്കുമ്പോ ഞാൻ ഓരോ സ്വലാത്തുകൾ ചെല്ലാറുണ്ട്. 1,00,000 ഹദീസുകളിൽ ഓരോന്നായി എണ്ണുമ്പോ 1,00,000ആയില്ലേ? ഈ നിലക്ക് ധാരാളം ലക്ഷങ്ങളും സ്വലാത്തായി ഞാൻ ചെല്ലിവെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മലക്കുകൾക്ക് ഇമാമായി നിൽക്കാനുള്ള ഇത്രയ്ക്കും ഉന്നതമായ പദവി യജമാനനായ അല്ലാഹു നൽകിയത്. നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ സ്വലാത്ത് മജ്ലിസ് മിസ്സാക്കാതെ ഈ ശഅബാനിൽ ധാരാളം സ്വലാത്തുകൾ റമദാൻ എത്തുന്നതിന് മുമ്പ് ഇനി ബാക്കിയുള്ള ശഅബാനിലെ ഓരോ ദിവസം ഈ കൂടുതൽ പറയുക, കൂടുതൽ അധികരിപ്പിക്കുക. അത് സ്വലാത്താകട്ടെ, ദിക്റാകട്ടെ. ഈ കൂടുതൽ എന്നാൽ എത്രയാണ്? ഈ കൂടുതലിന് ഒരു പരിധിയില്ലേ? അതിന് ചില മഹാന്മാർ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, 300 തവണ ഒരാൾ ചെല്ലുകയാണെങ്കിൽ കൂടുതൽ എന്ന ആ ആശയത്തിലേക്ക് അയാൾ എത്തിച്ചേരും. അപ്പോ അധികരിപ്പിക്കുക, കൂടുതലാക്കുക എന്നാൽ ചുരുങ്ങിയത് 300 തവണമെങ്കിലും ചെല്ലുന്നവരാകണം ഞങ്ങള്. കഴിയുന്നില്ല, ഒരു 100 തവണമെങ്കിലും ചെല്ലാതെ, സ്വലാത്തിയല്ലാതെ ഈ മജ്ലിസിൽ കൂടിയ ഞാനും നിങ്ങളും അങ്ങനെ ജീവിക്കുന്നവരാകരുത്. അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ധാരാളമുണ്ട്, ഞാൻ ചുരുക്കുന്നു. ഇൻഷാ അല്ലാഹ് അവസാനം നമ്മുടെ സ്വലാത്ത് മജ്ലിസിന്റെ നേതൃത്വത്തിന് തങ്ങൾ ഉസ്താദ് എത്തുമല്ലോ. ഉടനെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും ഇൻഷാ അല്ലാഹ്. മുഅ്മിനീങ്ങളെ ധാരാളം പറയാനുണ്ട്. അബുൽ മവാഹിബു ശാദുലി റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറയുന്നുണ്ട്, റഅയ്തു സയ്യിദൽ ആലമീന സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവറുകൾ പറയുന്നുണ്ട്, ഞാൻ മുത്തുനബി തങ്ങളെ കനവിൽ കണ്ടു, ഞാൻ മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ഫഖുൽതു യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ
സ്വലാത്തുല്ലാഹി അശറാ ലിമൻ സ്വല്ലാ അലൈക മറത്തൻ വാഹിദ. മുത്തുനബി തങ്ങളെ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരാൾ എൻ്റെ മേൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലുമ്പോ അല്ലാഹു 10 അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ അനുഗ്രഹം ലഭിക്കുന്നത് ഹൃദയ സാന്നിധ്യത്തോടെ, ഇഖ്ലാസോടെ, ഭയഭക്തിയോടെ ചെല്ലുന്നവർക്കാണോ? അങ്ങയെ ഓർത്തിട്ട് മാത്രം ചെല്ലുന്നവർക്കാണോ? അപ്പൊ മുത്തുനബി തങ്ങൾ പറയുന്നു, അല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. ഏത് അശ്രദ്ധയിലായിട്ടും എവിടെ ചിന്തിച്ചിട്ടുമാകട്ടെ, എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ 10 അനുഗ്രഹങ്ങളെ യജമാനനായ അല്ലാഹു ചെയ്തു കൊടുക്കൂ. അമ്മാ ഇദാ കാന ഹാളിറൽ ഖൽബി, അതാ ഹൃദയത്തിൽ എന്നെ മാത്രം കൊണ്ടു നടന്നു, മറ്റൊന്നും ചിന്തിക്കാതെ എന്നെ മാത്രം ഓർത്തിട്ട് ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ ഫലാ യഅലമു സവാബ ദാലിക ഇല്ലല്ലാഹു തആല. അതിന്റെ ഗുണങ്ങള്, അതിന്റെ പ്രതിഫലങ്ങള് അല്ലാഹുവിനല്ലാതെ അറിയൂല. അതിനത്രയും മഹത്വങ്ങളുണ്ട്. ഹൃദയ സാന്നിധ്യത്തോടെ, ഭയഭക്തിയോടെ മുത്തുനബി തങ്ങൾ ഹൃദയത്തിൽ കൊണ്ട് നടന്ന് ഒരു സ്വലാത്ത് ചെല്ലുന്നവന്റെ പ്രതിഫലങ്ങള് അത് അല്ലാഹുവിനെ അറിയൂ. അതല്ലാതെ ശ്രദ്ധയിലോ അശ്രദ്ധയിലോ ആയിട്ട് എന്റെ മേൽ ഒരാൾ ഒരു സ്വലാത്ത് ചെല്ലുമ്പോ 10 അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുണ്ടാകും. മുഅ്മിനീങ്ങളെ, നമുക്ക് വിജയിക്കാൻ 10 അനുഗ്രഹങ്ങൾ വേണ്ട. അല്ലാഹുവിന്റെ ഒരൊറ്റ അനുഗ്രഹം പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും ലഭിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്. ആഖിറത്തിൽ പിന്നെ രക്ഷക്ക് വേറെ വേണോ? അതുകൊണ്ട് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സയ്യിദുനാ ഹസനുൽ ബസ്രി തങ്ങളെ അടുത്തേക്ക് ഒരു ഉമ്മ വരുന്നു. ആ ഉമ്മ വന്ന് പറയുന്നത്, തങ്ങളെ, ഒരൽപ്പം ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ പൊന്നുമോൾ മരണപ്പെട്ടു പോയി. ആ മോളെ കാണണമെന്നൊരാഗ്രഹമുണ്ട്. അതിന് പ്രാർത്ഥിക്കൂ, അതിനൊന്ന് ദുആ ചെയ്യോ. ഹസനുൽ ബസ്രി തങ്ങളോട് ഒരുമ്മ വന്നാവശ്യപ്പെടുന്നു. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കൂടുതൽ സ്നേഹിച്ചിരുന്ന എന്റെ ഒരു പൊന്നുമോൾ മരണപ്പെട്ടു പോയി. ആ മോളെ കാണണമെന്ന താല്പര്യമുണ്ട്. അപ്പോ സയ്യിദുന ഹസനുൽ ബസ്രി തങ്ങളുടെ അടുത്തേക്ക് ഒരു ഉമ്മ വരുന്നു. ആ ഉമ്മയുടെ ആവശ്യം, എന്റെ മകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, കാണണമെന്നൊരു ഭൂതിയുണ്ട്, കൊതിയുണ്ട്, അതിനൊന്ന് ദുആ ചെയ്യോ. ദുആ ചെയ്തു കൊടുത്തു. 2 ദിവസം കഴിഞ്ഞ ഉടനെ വീണ്ടും വന്നു ആ ഉമ്മ. വീണ്ടും വന്ന് പറയുന്നു, തങ്ങളെ, ഇനി ആ മോളെ കാണാൻ പാടില്ല, അതിന് ദുആ ചെയ്യോ. എന്തേ കാരണോ? ആ മോളെ ഞാൻ അങ്ങയുടെ പ്രാർത്ഥന മൂലം കണ്ടു. ഖബറിൽ വല്ലാത്ത ശിക്ഷയിലുണ്ട്, അദാബിലുണ്ട് ആ മോൾ. ഇനി ആ മോളെ കാണേണ്ട, അതിനൊന്ന് ദുആ ചെയ്യോ. ഹസനുൽ ബസ്രി തങ്ങൾ അതിനും ദുആ ചെയ്തു. കാരണം ഖബറിൽ വല്ലാത്ത ശിക്ഷ അനുഭവിക്കുന്നുണ്ട് ആ മോൾ. മുഅ്മിനീങ്ങളെ, ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഹസനുൽ ബസ്രി തങ്ങൾക്ക് സ്വപ്നത്തിൽ ഒരു യുവതിയെ കാണുന്നുണ്ട്. വിളാസമന്വേഷിക്കുമ്പോ ആ യുവതി പറയുന്നുണ്ട്, തങ്ങളെ, ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ഉമ്മ അങ്ങയെ അടുത്തേക്ക് വന്നിരുന്നു, എന്നെ കാണണമെന്ന് ആഗ്രഹിച്ച് ദുആ ചെയ്യിപ്പിച്ചിരുന്നു. ആ മോളാണ് ഞാൻ. ഹസനുൽ ബസ്രി തങ്ങൾ ചോദിച്ചോ, അല്ല, അന്ന് ഉമ്മ പറഞ്ഞത് നീ വല്ലാത്ത ശിക്ഷയിലുണ്ട്, നീ വല്ലാത്ത അദാബിലുണ്ട് എന്നല്ലേ? ഇന്ന് നീ വല്ലാത്ത
സുഖത്തിലുണ്ടല്ലോ, സന്തോഷത്തിലുണ്ടല്ലോ, നല്ല അനുഗ്രഹങ്ങളുണ്ടല്ലോ. എന്തേ അന്ന് അദാബിലുണ്ടാകാനുള്ള കാരണം എന്തേ? ഹസനുൽ ബസരി തങ്ങൾ ചോദിക്കുമ്പോ ആ യുവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, തങ്ങളെ ഞാൻ മാത്രമല്ല, നമ്മുടെ ആ ഖബർസ്ഥാനില്ല, അതിലൊരുപാട് ഖബറാലികൾ വല്ലാത്ത ശിക്ഷയിലുണ്ടായിരുന്നു. ഇന്നളയതാ ഒരാൾ നമ്മുടെ ഖബർസ്ഥാനിയിലൂടെ നടന്നു പോകുമ്പോ 2-3 സ്വലാത്തുകൾ ചെല്ലുന്നു. ആ സ്വലാത്തുകളെ ഞങ്ങളിലേക്ക് ഹദിയ ചെയ്തപ്പോ ഒരു വിളി കേട്ടു. ആ വ്യക്തി ചൊല്ലിയ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ആ വ്യക്തി ചൊല്ലിയ സ്വലാത്തിന്റെ ആ ബർക്കത്ത് കൊണ്ട് ഇനി നിങ്ങൾക്ക് ഖബറില് ശിക്ഷ വേണ്ട. അതുകൊണ്ടാണ് നമ്മുടെ ശിക്ഷ മുഴുവനും കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് സന്തോഷത്തിലുള്ളത്. ഖബറാലികൾക്ക് പോലും വലിയ ഗുണങ്ങൾ, അനുഗ്രഹങ്ങൾ സ്വലാത്തിലൂടെ ഉണ്ടാകും. ഇനി ഹൽഖകളോ സ്വലാത്ത് മജ്ലിസുകളോ, അതിലും ധാരാളം നേട്ടങ്ങളുണ്ട്. നിങ്ങൾ നോക്ക, ഹാഫിൽ റഷീദുദ്ദീൻ എന്ന മഹാൻ, ആ മഹാനവറുകൾ അബൂ സഈദുൽ ഖയ്യാത്ത് റഹിമഹുല്ലാഹ് മിസ്റിലെ അറിയപ്പെട്ട ആത്മീയ നേതാവായിരുന്നു അബൂ സഈദുൽ ഖയ്യാത്ത് റഹിമഹുല്ലാഹ്. ഒരാളോടും കൂടുതൽ ഇടപെടൂല, ഒരാളുടെ മജ്ലിസിലും ഇരിക്കൂല. കേവലം പള്ളിയും ജമാഅത്തും ദർസുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന അക്കാലത്തെ മിസ്റിലെ ഏറ്റവും വലിയ മഹാൻ അബൂ സഈദുൽ ഖയ്യാത്ത് തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഹാഫിൽ റഷീദുദ്ദീൻ റഹിമഹുല്ലാഹ്. ഒരു മജ്ലിസിലും ഇരുന്നു കൊടുക്കാറില്ല. പക്ഷേ ചില വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇബ്നു റഷീഖ് എന്നൊരു വലിയ പണ്ഡിതൻ ഒരു മജ്ലിസ് അവിടെ തുടങ്ങി വെച്ചു. ആ മജ്ലിസിൽ ഇടയ്ക്കിടയ്ക്ക് അബൂ സഈദുൽ ഖയ്യാത്ത് തങ്ങളെ കാണാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ഇതുവരെ ഒരാളുടെ മജ്ലിസിനും പോകാത്ത അബൂ സഈദുൽ ഖയ്യാത്ത് തങ്ങള് ഇന്നെന്ത് ഇബ്നു റഷീഖ് തങ്ങളുടെ മജ്ലിസിൽ ചെന്നത്? ജനങ്ങൾ ചോദിച്ചോ, അല്ല നിങ്ങൾ ഇതുവരെ ഒരു മജ്ലിസിലും ഞങ്ങൾ കണ്ടില്ല നിങ്ങളെ, പിന്നെ ഇപ്പെന്തേ ഇബ്നു റഷീഖ് തങ്ങളുടെ മജ്ലിസിൽ നിങ്ങൾ ഹാളിറാകുന്നത്? അപ്പോ മഹാനായ അബൂ സഈദുൽ ഖയ്യാത്ത് തങ്ങൾ പറയുന്നുണ്ട്, അതിനൊരു കാരണമുണ്ട്. ഞാൻ മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടപ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞു തന്നു, ഇതാ അബൂ സഈദുൽ ഖയ്യാത്ത്, നിന്റെ നാട്ടില് ഇബ്നു റഷീഖ് എന്നൊരു പണ്ഡിതന്റെ മജ്ലിസില്ലേ, അതിലെന്തേ ഇരിക്കാത്തത്, അതിലെന്തേ കൂടാത്തത്? അതിൽ പോയി, അതിൽ ചെന്നോ, അതിന് കൂടി കൊടുത്തോ, ബറക്കത്തുണ്ടാകും. ഞാൻ എന്തേ എന്ന് മുത്തുനബി തങ്ങളോട് ചോദിച്ചപ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞു തന്നു, ഇബ്നു ഖയ്യാത്ത്, ഇബ്നു റഷീഖ് എന്ന പറയുന്ന ആ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ മജ്ലിസിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, ജനങ്ങളോട് ചൊല്ലിപ്പിക്കുന്നുണ്ട്. അത് സ്വലാത്തിന്റെ മജ്ലിസും കൂടിയാണ്. അതുകൊണ്ട് പോയി ഇരുന്നോ, ആ മജ്ലിസിൽ കൂടി കൊടുത്തോ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു. അത് പ്രകാരമാണ് ഞാൻ ഇബ്നു റഷീഖ് തങ്ങളുടെ മജ്ലിസിൽ പോയി പങ്കെടുക്കാറുള്ളത്. അബൂ സഈദുൽ ഖയ്യാത്ത് തങ്ങൾ പറഞ്ഞതാണിത്. അപ്പൊ സ്വലാത്തുകൾ പറയുന്ന മജ്ലിസുകൾ, സ്വലാത്ത് മജ്ലിസുകളിൽ ധാരാളം ഗുണങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ. അത് നമ്മുടെ ഈ നാട്ടിലാകട്ടെ, പരിസര നാടുകളിലാകട്ടെ, എവിടെയാണെങ്കിലും സ്വലാത്ത് മജ്ലിസുകൾക്ക് നല്ല ബർക്കത്തുണ്ടാകും. സ്വലാത്ത് മജ്ലിസുകളിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അതല്ലേ ഇന്ന് ബഹുമാനപ്പെട്ട
സയ്യിദ് മുഹ്സിൻ സൈദലവി തങ്ങള് ഇന്നിപ്പോ ഇവിടെ സ്വലാത്തുണ്ട്. ഒരു കാലത്ത് നമ്മുടെ നാട് ഉപ്പിനങ്കടി ഭാഗത്ത് കല്ലേരിയിലുണ്ടായിരുന്നു. ഞാനിപ്പോ ഇവിടെ വരുമ്പോ കല്ലേരിയിലെ ചില ആളുകളെ കണ്ടു. വലിയ സന്തോഷമായി ബൈക്കിൽ വന്നവരാണ്. ഞാൻ ചോദിച്ചു, എന്റെ വണ്ടിൽ 2 ആളെ ഞങ്ങൾ വന്നിട്ടുള്ളൂ, ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ കൂടെ വരുമായിരുന്നില്ലേ? ഇല്ല, അവർ അതിന് കാത്തു നിന്നവരല്ല. ഹബീബായ തങ്ങൾ നടത്തുന്ന സ്വലാത്തിൽ ധാരാളം ഗുണങ്ങൾ കിട്ടിയവരാണ് അവർ. 2 വയസ്സായ ആളുകൾ ബൈക്കിലൂടെ വന്നു. ഇനി അവർ തിരിച്ചു പോകേണ്ടവരാണ്. നമ്മുടെ ആ നാട്ടിലും സയ്യിദവറുകളുടെ സ്വലാത്ത് മജ്ലിസുകൾ ഉണ്ടായിരുന്നു. യാ അല്ലാഹ്, വന്യരായ തങ്ങളുടെ സ്വലാത്ത് മജ്ലിസിൽ എത്ര ആൾക്കാണ് ഗുണങ്ങൾ കിട്ടിയത്, എത്ര രോഗങ്ങൾക്കാണ് പരിഹാരമുണ്ടായത്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. സ്വലാത്തിൽ ബർക്കത്തുണ്ട്, മജ്ലിസുകളിലും ബർക്കത്തുമുണ്ട്. ഈ നമ്മുടെ വന്യരായ തങ്ങൾ ഉസ്താദും ജ്യേഷ്ഠൻ ബായാർ തങ്ങൾ ഉസ്താദും അവരുടെ സ്വലാത്തുകളിലെ ഗുണങ്ങൾ നോക്ക് നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഞാൻ അത്ഭുതപ്പെട്ടു. തങ്ങൾ ഉസ്താദിന്റെ ഡ്രൈവർ പലപ്പോഴും പറയാറുണ്ട്, വണ്ടിയിൽ ഇരുന്നാൽ പിന്നെ വീട്ടിലേക്ക് എത്തുന്നത് വരെ ആ തസ്ബീഹിന്റെ മാലയില്ലേ, അത് ഭംഗിക്ക് പിടിക്കുന്നതല്ല. ഞങ്ങൾ ചില ആൾ വിചാരിച്ചത് അതിങ്ങനെ കയ്യിലേക്കൊന്ന് ചുരുട്ടിപ്പിച്ച് അത് കാണാൻ നല്ലൊരു സ്റ്റൈലുണ്ട്, ഒരു അടിപൊളി കാണാനൊരു ഭംഗിയുണ്ട്. അങ്ങനെയല്ല. ബായാർ തങ്ങളുടെ പഴയ കാലത്തെ ഡ്രൈവർ നമ്മുടെ നാട്ടിലും ഇന്നുമുണ്ട്. ആ ഡ്രൈവർ പറയാറുണ്ട്, നമ്മുടെ ഉപ്പിനങ്കടയിൽ നിന്ന് തങ്ങൾ ഉസ്താദിന്റെ നാട്ടിലേക്ക് എത്തുന്നത് വരെ സ്വലാത്ത് ചെല്ലലല്ലാതെ മറ്റൊന്നില്ല. ഭക്ഷണവും നാസ്തവും അവരുടെ ചില ആവശ്യങ്ങൾ മാറ്റിവെച്ചിട്ട് മറ്റുള്ള മുഴുവൻ സമയവും സ്വലാത്ത് മാത്രമേ അവർ ചൊല്ലുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹ്സിൻ തങ്ങൾ ഉസ്താദും അതുപോലെ കൂടുതലും അവർ ജീവിതത്തിൽ സ്വലാത്ത് ചെല്ലുന്നവരാണവർ. അവർ നടത്തുന്ന മജ്ലിസുകൾ, അവർ മന്ത്രിക്കുമ്പോൾ, അവർ ചികിത്സ നടത്തുമ്പോ ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് എത്ര വലിയ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നു. അല്ലാഹു അവർക്കൊക്കെ ദീർഘ ആഫിയത്ത് അല്ലാഹു കൂട്ടിക്കൊടുക്കുമാറാകട്ടെ. ഞാൻ അൽഹംദുലില്ലാഹ് നമ്മുടെ എലിമലയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് വന്നപ്പോ വളരെ പ്രധാനമായി സന്തോഷിച്ചത് നമ്മുടെ ഉപ്പിനങ്കടി ഭാഗത്തെ കല്ലേരിയിലും ബട്ട്ലടുക്കയിലും തങ്ങൾ ഉസ്താദ് ഉണ്ടായിരുന്നു. വളരെ താഴ്മ ജീവിതം. ഇന്നും അഭിവന്യരായ തങ്ങള് നമ്മുടെ മഹത്തായ സദസ്സിന് വരുന്നുണ്ട്. എല്ലാവരും എണീറ്റ് നിന്നൊന്ന് സ്വീകരിക്കാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്, അഭിവന്യരായ തങ്ങൾ നമ്മുടെ വേദിയിലെത്തി. എല്ലാവരും ഒന്ന് മജ്ലിസിൽ ഭാഗിയാകണം. അല്ലാഹു ഖബൂലാക്കട്ടെ. പറഞ്ഞുകൊണ്ട് വരുന്നത് തങ്ങളുടെ ആ വളരെ താഴ്മയുള്ള ജീവിതം. അപ്പോ നമ്മുടെ ഉപ്പിനങ്കടി ഭാഗത്ത് ഒരാൾ എന്നോട് തമാശക്ക് പറഞ്ഞു, അല്ല, നമ്മുടെ ചെറിയ നാടാണെങ്കിലും തങ്ങൾ ഉസ്താദ് ഇതുവരെ ഒരു സൗകര്യം കിട്ടിട്ടില്ല, അത് കുറഞ്ഞു പോയി, അത് കിട്ടണമായിരുന്നു എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു ദിവസം തങ്ങൾ ഉസ്താദ് ഒരു നാട്ടിലെ ചില യുവാക്കളോട് അവർ ആക്ഷേപിക്കുന്നതല്ല, ആ നാട്ടിൽ അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അവർക്ക് അത് പറയുമ്പോൾ സന്തോഷമുണ്ട്, അവർ അഭിമാനിക്കുന്നുണ്ട് സയ്യിദ് മുഹ്സിൻ തങ്ങൾ ഉസ്താദിനെ അത് പറഞ്ഞുകൊണ്ട്, അല്ലാതെ അവർ മറ്റൊന്നും പറയുന്നതല്ല. അവർ പറയുന്നുണ്ട്, ഒരു റമളാനിലെ ഒരു ദിവസം പിറ്റേന്ന് അത്താഴത്തിന് ഭക്ഷണം എന്റെ വീട്ടിൽ നിന്നാണ്. അപ്പോ ഞങ്ങൾ 2-3 യുവാക്കള് 12 മണി വരെ തങ്ങളെ കൂടെയുണ്ട് പള്ളിയില്. പിന്നെ 12 മണി കഴിയുമ്പോ രാവിലെ അത്താഴത്തിന് ഭക്ഷണം കൊണ്ടുവരണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ തങ്ങളോട് പറഞ്ഞു, നല്ല മത്സ്യമുണ്ട്, നല്ല മത്സ്യക്കറിയെല്ലാം ഉണ്ട്, രാവിലെ അത്താഴത്തിന് കൊണ്ടുവരാമെന്ന് പോയി. സുബ്ഹാനല്ലാഹ്,
സുബ്ഹാനല്ലാഹ് ഉറങ്ങുമ്പോ ഒരല്പം വഴുകിപ്പോയി, അത്താഴത്തിന് ഉണരാൻ കഴിഞ്ഞില്ല, ബാങ്ക് കൊടുത്തു കഴിഞ്ഞു, പിന്നെ എന്ത് ചെയ്യും? തങ്ങൾക്ക് അത്താഴം എത്തിയിട്ടില്ല. വളരെ വേദനയോടെ സുബ്ഹി നിസ്കാരത്തിന് ആ യുവാക്കൾ വരുമ്പോ തങ്ങള് ഹൗലിന്റെ ഭാഗത്തുണ്ട്. ഈ യുവാക്കൾ ചിരിക്കുന്നതിന് മുമ്പ് തങ്ങൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അത്താഴം പോയല്ലോ. ഒരൊറ്റ വേദനയുടെ വാക്കോ അല്ല, എന്ത് കൊണ്ടുവരാത്തെ, കൊണ്ടുവന്നില്ല, വഞ്ചിച്ചില്ല എന്ന് അത് ജുമയുടെ മൈക്കയിലോ അത് സുബ്ഹിന്റെ ക്ലാസ്സിലോ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ആ യുവാക്കൾ പറയുന്നുണ്ട്, ഇന്നും കണ്ട ഉടനെ ആ അത്താഴത്തെ തങ്ങൾ പറയാറുണ്ട്, ചിരിക്കാറുമുണ്ട്. ആ നിലക്ക് വളരെ താഴ്മയേറിയ ജീവിതമുണ്ടവർക്ക്. ഞങ്ങൾ കാണുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമകൾ മാത്രമല്ല അവർക്ക് അല്ലാഹു വലിയ പദവിയും അവർക്ക് അല്ലാഹു വലിയ ബർക്കത്തുള്ള ജീവിതം കൊടുക്കാനുള്ള ഒരു കാരണം അങ്ങനെയുള്ള വളരെ താഴ്മയുള്ള ജീവിതം. ഏത് പരിപാടിക്കും ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, തങ്ങൾ ഉസ്താദ് മുമ്പുള്ള ഒരു നാട്ടിലെ തൊട്ടപ്പുറത്തെ മഹല്ലിലാണ് ഞാൻ ഇന്നും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ നാട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ചിലപ്പോ റോഡിലൂടെ മുമ്പിൽ തങ്ങളുണ്ട്, ബാക്കിൽ 10-30 മുത്തഅല്ലിമീങ്ങളുണ്ട്, നടന്നുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ ആളുകളോട് ചോദിച്ചപ്പോ അത് ഇന്ന വീട്ടിൽ മൗലിദുണ്ടായിരുന്നു, ഞങ്ങൾ വണ്ടി അയച്ചിരുന്നു, വേണ്ട ഞാനൊന്നിങ്ങനെ നടക്കട്ടെ എന്ന് നടന്നു. മൗലിദ് കഴിഞ്ഞു, ഭക്ഷണം കഴിച്ച് തിരിച്ച് നടന്നുകൊണ്ട് വന്നു. നമുക്കത് വലിയ അഭിമാനം. ഈ നാട്ടിലേക്ക് ഇന്ന് അങ്ങനെയുള്ള നേതൃത്വങ്ങളെ കിട്ടുമ്പോ അത് നമുക്ക് അല്ലാഹു തന്നൊരു ഭാഗ്യം, ഒരു അനുഗ്രഹം. കാരണം 5 വഖത്ത് നിസ്കാരത്തിന് ശേഷമുള്ള ദുആ, അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങളാണല്ലോ. പക്ഷെ ആ സമയങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പോലും നേതൃത്വം കൊടുക്കുന്നത് മുത്തുനബി തങ്ങളുടെ അഹ്ലു ബൈത്താണല്ലോ. അത് കിട്ടിയൊരു ഭാഗ്യമല്ലേ നമുക്ക്. അല്ലാഹു നമുക്ക് ദായിമയാക്കി തരട്ടെ. ഞാൻ കല്ലേരിയിലും ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, തങ്ങൾ ഉസ്താദ് എത്ര ബിസി ഉണ്ടെങ്കിലും ഒരല്പം ചികിത്സയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കണം. കാരണം ആ ഭാഗത്തെല്ലാം പല ആളുകളും പറയുന്നുണ്ട്, കണ്ണേരിന് തങ്ങളുടെ മന്ത്രത്തില് ധാരാളം ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപകടപരമായ കണ്ണേര് കൊണ്ട് ബുദ്ധിമുട്ടിച്ച എത്രയോ ആളുകൾ വന്യരായ തങ്ങളുടെ മന്ത്രം മൂലം ഇന്നും റാഹത്തോടെ കഴിഞ്ഞ് അതിനെ എടുത്തു പറയുന്ന പല ആളുകളുമുണ്ട്. പക്ഷെ സമയം കിട്ടുന്നില്ല. ഇന്നിപ്പോ കർണാടകയിൽ കേരളത്തിലെ പല വേദികളിലെയും ആത്മീയ മജ്ലിസുകളുടെ നേതൃത്വമാണ് വന്യരായ മൗസിൻ തങ്ങൾ ഉസ്താദ്. അങ്ങനെ നല്ല ആത്മീയ ചികിത്സയിലും നല്ല ഫലങ്ങൾ ലഭിക്കുന്ന വലിയ മഹാൻ. അതിലും ഉപരിയായി ഞങ്ങൾ അഭിമാനിക്കുന്നത് ദർസ് നടത്തുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ അള്ളാഹു കൊടുത്ത അനുഗ്രഹം. എല്ലാ സമയം എത്ര ബിസി ഉണ്ടെങ്കിലും ദർസിന് ബായാർ തങ്ങൾ ഉസ്താദും പറയാറുണ്ട്, ഞാൻ ആദ്യമായി തുടങ്ങിയത് ദർസായിരുന്നു, എനിക്ക് ദർസുണ്ടായിരുന്നു. ഇന്നും സ്ഥാപനയില് ദർസിന് ഒരു വഖ്ത് കണ്ടുപിടിച്ച് ഒഴിവുകൾ മാറ്റിവെച്ച് ദർസ് എടുക്കാറുണ്ട്. അഭിമന്യരായ തങ്ങൾ ഉസ്താദ് അന്നും ദർസുണ്ടായിരുന്നു നമ്മുടെ കല്ലേരിയിൽ. ഇന്നും അൽഹംദുലില്ലാഹ് ഇവിടെ ദർസിന്റെ ആത്മീയമായ ചൈതന്യമുണ്ട്. അല്ലാഹു ദായിമയാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭിമന്യരായ തങ്ങളെ ഇരുത്തി കൂടുതൽ പറയുന്നില്ല. പക്ഷേ 1-2 വാക്കുകൾ മാത്രം മുഅ്മിനീങ്ങളെ പറയാതിരിക്കാൻ പറ്റൂല. തങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ബറക്കത്തിന് വേണ്ടി പറയുന്നു. ഈ ശഅബാൻ മാസത്തിൽ ഞങ്ങൾ ഓർക്കുന്നുണ്ട്, അഭിമന്യരായ സൈനുൽ മുഹഖഖീൻ സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ ഉസ്താദിന്റെ ആണ്ട് ഉറൂസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്നലെ നമ്മുടെ എല്ലാ മഹാരഥന്മാരും എവിടെ വന്നു. ഞങ്ങൾ പഠിച്ചൊരു സ്ഥാപനയായതുകൊണ്ട് മാത്രം നിങ്ങളെല്ലാം ആ മഹത്തായ തങ്ങൾ ഉസ്താദിന്റെ ഉറൂസിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ധാരാളം ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ പ്രിയങ്കരനായ കൂട്ടുകാരൻ നിയാസ് ഉണ്ട്, ഈ നാട്ടിലെ നിയാസ് ഉണ്ട്. ആക്സിഡന്റ് ആയി ഒരൽപ്പം വേദനയില് വീട്ടിലുണ്ട്, ഓപ്പറേഷൻ
ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. റബ്ബേ, നല്ല യുവാവാണ്, നല്ല ചെറുപ്പക്കാരനാണ്. ആലിമീങ്ങളോട് പള്ളിയുമായി എന്നോട് പറഞ്ഞു, തങ്ങൾ ഉസ്താദ് ഇവിടെ വന്നെത്തിയതിന്റെ ശേഷം ദർസിൽ നല്ല മാറ്റങ്ങളുണ്ടായി, പള്ളിയിൽ നല്ല മാറ്റങ്ങളുണ്ടായി. ഞങ്ങൾ ആദ്യം സ്വലാത്ത് പള്ളിന്റെ അകത്താ തുടങ്ങി വെച്ചത്. ജനങ്ങൾ ഇങ്ങനെ കൂടുന്നുണ്ട്. ജനങ്ങൾ കൂടിയിട്ട് ഇന്ന് പള്ളിയുടെ മുറ്റത്താക്കിയിട്ടുണ്ട് മജ്ലിസ്. സ്ത്രീകൾക്ക് മദ്രസയുടെ വരാണ്ടമായിരുന്നു. സ്ത്രീകളും കൂടിയിട്ട് അവർക്ക് വേറെ വേദിയുണ്ടാക്കി. ഇങ്ങനെ അവർ നടത്തുന്ന സ്വലാത്തിൽ ഫലങ്ങളുണ്ട്. അത് ഈ നാട്ടിലെ ബർക്കത്തിനും ഒരു കാരണമാണ്. ധാരാളം വർഷങ്ങൾ ഈ നാട്ടിലെ സേവനം ചെയ്യാൻ അഭിമന്യരായ തങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. നിയാസ് എന്ന യുവാവിന് നീ പൂർണ്ണമായ ശിഫാ കൊടുക്കണമല്ലോ, ആഫിയത്ത് കൊടുക്കണമല്ലോ, ആരോഗ്യം കൊടുക്കണമല്ലോ. നിങ്ങളിവിടെ പറഞ്ഞതും കേട്ടതും എല്ലാം അല്ലാഹു ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.